കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പിന്നെ ചാരുവിന്റെ അമ്മ വീട്ടിൽ വന്നപ്പോ അച്ഛനുമായിട്ട് ചെറിയ ഉരസലൊക്കെ ഉണ്ടായിരുന്നു. വക്കീൽ സാറിന് അച്ഛനെ കാണണം. എന്നിട്ട് അച്ഛന്റെ ഉള്ളിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അതൊന്നെടുത്ത് കളയണം. എന്തായാലും എന്റെ ഭാര്യയായിട്ട് അവള് മതിയെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് പറയുമ്പോ എല്ലാം പറയണമല്ലോ. രാഗിണിയുടെ മോള് ഡേഞ്ചറാണ്. ശരിക്കു പറഞ്ഞാൽ ഒരു ആറ്റം ബോംബിനെയാണ് നീ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റാൻ പോകുന്നത്. എന്റെ ബാക്ക്ഗ്രൗണ്ടും അത്ര നല്ലതൊന്നും അല്ലല്ലോ സാറേ. അവളുടെ അമ്മയെ പോലെ തന്നെ ഞാനും ഒരു ജയിൽ പുള്ളിയാ. പിന്നെ അവളുടെ ആ തന്റേടുണ്ടല്ലോ, അതാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ വിവാഹത്തിന്റെ അന്ന് തന്നെ ജയലാലിന്റെ വിവാഹം നടത്തണം എന്നാണ് രാഗിണി പറഞ്ഞത്. നടത്തണം. അതിനു മുമ്പ് ദീപയുടെയും ജയലാലിന്റെയും ഡിവോഴ്സ് നടക്കണം. ജയലാലിനെ അറിയാലോ സാറിന്, അവനൊരു കള്ളനാ. അവൻ വേറെ കെട്ടാന്ന് പറഞ്ഞെങ്കിലും അത് 100% വിശ്വസിക്കാൻ പറ്റില്ല. ദീപ എന്റെ മോളായതുകൊണ്ട് അവളെ ജയലാൽ ഒഴിയരുന്നാണ് എന്റെ ആഗ്രഹം. സാറ് വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ഒഴിയാതിരിക്കണമെങ്കിൽ അമ്മയുടെ മക്കളുടെ സ്വഭാവം നന്നായിരിക്കണം. ഇവിടെ സ്വന്തം മോളും മരുമോനും പോലും അവരെ കൈയൊഴിഞ്ഞു. പിന്നെ ജയലാലിന്റെ അമ്മയും പെങ്ങന്മാരും വക്കീൽ സാറിന്റെ മോളെ വെറുക്കുന്നതില് എനിക്കൊരു അത്ഭുതമില്ല. ചാരുവിന്റെ അമ്മയും കട്ടയ്ക്ക് നിൽക്കല്ലേ, അതുകൊണ്ട് ഡിവോഴ്സ് ഉടനെ നടക്കും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണത്തിനൊപ്പം ജയലാലിന്റെ കല്യാണവും നടക്കും. അതിനിപ്പോ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഞാനാ. ദീപ സ്വന്തം മോളായി പോയതുകൊണ്ട് വക്കീൽ സാറിന് അത് ഇഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷേ അവളുടെ അമ്മയെ അനിയത്തിയും മൂലം എനിക്കും എന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടമുണ്ടല്ലോ, അത് ഈ ജന്മം മറക്കാൻ പറ്റില്ല. ഇവിടം കൊണ്ടൊന്നും തീരില്ല വക്കീൽ സാറേ. ഇനി എന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ശല്യം ഉണ്ടാവും. ആ ജഗനൊന്ന് വീഴാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. അവൻ പഴയതുപോലെ വീണാലുണ്ടല്ലോ, അവനെ വെട്ടി കണ്ടിച്ചിട്ടിട്ട് എന്നോട് ചെയ്തതിനൊക്കെ വക്കീൽ സാറിന്റെ ഭാര്യയോട് മക്കളോട് ഞാൻ പകരം ചോദിച്ചിരിക്കും. സദാനന്ദനും മോനും പതുങ്ങി നടക്കുന്നത് അവസരം കാത്ത, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല. എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന? ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അച്ഛൻ കുറച്ചു ദിവസം ഇവിടുന്ന് മാറി നിൽക്കണോന്ന്. ദീപയും ആ രചനയും വിളിക്കുന്നുണ്ട്. കുറെ ദിവസം അവരോട് ചെന്ന് താമസിക്കണമെന്ന് പറഞ്ഞു. അത് കൊള്ളാലോ. കൊള്ളാം. 2 പെൺകുട്ടികൾ മാത്രം താമസിക്കുന്നിടത്ത് ഞാൻ എങ്ങനെയാ പോയി താമസിക്കുന്നത്? അത് കൊള്ളാം. ദീപ ചേച്ചന്റെ മരുമകളല്ലേ, പിന്നെന്തിനാ അങ്ങനെയൊക്കെ കരുതുന്നേ? എന്തായാലും ജയനോടൊന്ന് ചോദിക്കണം മോളെ. ഉടനെയൊന്നും വേണ്ടച്ചാ. ഇനിയിപ്പോ കല്യാണ വിളികളുടെയും കല്യാണ ഒരുക്കങ്ങളുടെ തിരക്കിലായിരിക്കും. അച്ഛന്റെ മുൻ ഭാര്യ തന്നോട് പറഞ്ഞു. അതുകൊണ്ടേ പെട്ടെന്ന് ഇങ്ങോട്ടൊന്നും വരാനുള്ള സാധ്യത ഒന്നുമില്ല. പിന്നെ അച്ഛൻ റോഡിലേക്ക് ഇറങ്ങുമ്പോഴേ അവരെ കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. റോഡിലേക്ക് ഇറങ്ങുമ്പോ കാണണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. കാണട്ടെ അവളെന്നെ. അവള് പലരെയും വെറുപ്പിച്ചോണ്ട് നടക്കല്ലേ, പിന്നെ എന്നെ കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. പരമാവധി മാറിഞ്ഞ് നടക്കുന്നത് തന്നെയാ നല്ലത്, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. എന്തായാലും അവരുടെ സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല. പിന്നെ മാറുന്നുണ്ടെങ്കിൽ ചാരുവിന്റെ കല്യാണത്തോടെ മാറണം. അത് മാറുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? നമ്മൾ കുറച്ചാളൂടെ പിടിച്ചു നിൽക്കണമെന്നേ ഉള്ളൂ. അടുത്ത വിഷു കഴിയുമ്പോ കല്യാണമാണെങ്കിലേ അതിനടുത്ത വിഷുവിന് മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിരിക്കും. കാർത്തിയും ചാരു അടിച്ചു പിരിയെന്നുള്ള കാര്യം ഉറപ്പാ. ഇനി ഒരു പക്ഷേ അങ്ങനെ പിരിഞ്ഞില്ലെങ്കിലേ
പിന്നെ അവര് പിരിയുന്നതേ ഒരാളുടെ മരണത്തിലായിരിക്കും. ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ കൊല്ലും. അച്ഛന്റെ മോളാണല്ലോ ചാരു. പറഞ്ഞിട്ടെന്താ മോളെ കാര്യം? അവൾ അമ്മയ്ക്കൊപ്പം കടപ്പുറത്ത് പോയി ജീവിച്ചിരിക്കുന്ന അച്ഛനു വേണ്ടിയിട്ട് ബലിയിട്ടവളാ. പിന്നെ ഈ ലോകത്ത് ആരെ കൊണ്ടും അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വളർന്ന് വളർന്ന് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് രാഗിണിയേക്കാൾ മോശമായി വരിക അവരുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ദൈവം കാർത്തി അവളെയും തമ്മി കൂട്ടിമുട്ടിച്ചതും അത് പിന്നെ കല്യാണത്തിലേക്ക് പോയതും. സ്വർണ്ണമൊക്കെ ഇഷ്ടം പോലെ വാങ്ങിച്ചു കൂട്ടി. ആദ്യം ബാങ്കിലേക്കാ പോയത്. അവിടുന്ന് ലോക്കറിലിരുന്ന് സ്വർണ്ണ എടുത്ത്. അവക്ക് നാണമല്ലോ ഇതൊക്കെ എടുക്കാൻ. ഛേ, നാണമില്ലാത്തതുകൊണ്ടല്ലേ എടുത്തത്. പിന്നെ ഒരു താലിമാല കൂടി വാങ്ങിച്ചു എന്റെ കഴുത്തിൽ ജേടനിടാൻ. അത് വേണ്ട നീ പറഞ്ഞില്ലേ? എങ്ങനെ പറയും? പയ്യന്റെ വീട്ടുകാരല്ലേ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത്. ഞാനേതായാലും ചേട്ടനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. അത് ദീപേച്ചിയുടെ കഴുത്തിലിടാനും പറഞ്ഞിട്ടുണ്ട്. ഒരു താലി ദീപമോളുടെ കഴുത്തിലുണ്ടല്ലോ. ഒന്നുകൂടി ഇടുന്നതിൽ എന്താ കുഴപ്പം? ഭർത്താവല്ലേ ഇടുന്നത്. ഛേ, എന്നാലും ഇതൊരു വല്ലാത്ത പുലിവാലായി പോയല്ലോ. ഈ പുലിവാൽ എങ്ങനെയാ ഉണ്ടായത്? ഒരു പുള്ളിപ്പുലിയെ ഒതുക്കാൻ വലിയ പട്ടാളക്കാരന് കഴിഞ്ഞില്ല. അത് തന്നെയാ എല്ലാത്തിനും കാരണം. നയനയുടെ എത്ര കൊള്ളരുതാത്ത സ്വഭാവം പറഞ്ഞാലും ദിലേട്ടൻ ഒരു ക്ലിനിക്ക് തുടങ്ങുമ്പോ അവിടെ പോകാനും ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനും ഒക്കെ അമ്മ ആഗ്രഹിക്കും. എന്തിനാ അങ്ങനെ ആഗ്രഹിക്കുന്നത്? അവിടേക്ക് പോയി കഴിഞ്ഞാൽ അമ്മയുടെ സുഖം കൂടുന്നല്ലാതെ കുറയില്ല കേട്ടോ. ഇപ്പൊ വയ്യാതിരിക്കുമല്ലേ? ലാലേട്ടൻ അറിയാലോ അമ്മ എത്രത്തോളം മക്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞാലും അമ്മ അത് കേൾക്കണമെന്നില്ല. അല്ല, അത് പിന്നെ ഞാൻ നോക്കട്ടെ ഇതാരാന്ന്. തരാനാ പറഞ്ഞേ. വീട് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, ഭാരതിയോട് സംസാരിക്കല്ലേ? ദേ, അമ്മ പറയുന്ന പോലെ ഏത് നേരവും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ്ട. വെറുതെ അവളെടുത്ത് തലയിൽ വെക്കരുത്. കല്യാണത്തിന് മുമ്പ് എന്തായാലും എടുക്കണമല്ലോ. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരാളെ കൂട്ടിക്കൊണ്ട് വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ല, ആരാ പറഞ്ഞ പെട്ടെന്നാണെന്ന്? രണ്ടാളും ഒന്നിച്ചൊരിടത്തല്ലേ ജോലി ചെയ്യുന്നത്? എപ്പോഴും കാണുന്നതല്ലേ? അതൊക്കെ പോരെ. ഇനി രാത്രി അവളോട് കൊഞ്ചാനും കുഴയാനും നിന്നിട്ട് അവളെ മറ്റവളെ പോലെ ആക്കണോ? പെട്ടെന്ന് സംസാരിച്ചിട്ട് വെക്ക്. അമ്മ കേക്കണ്ട. അമ്മ കേട്ട് കഴിഞ്ഞാൽ അറിയാലോ. പിന്നെ അമ്മ വായിൽ വരുന്നത് മുഴുവൻ അവളെ വിളിക്കും. ഒന്നാമത് സ്ത്രീധനൊന്നും ഇല്ലാതെ കയറി വരുന്നതിന്റെ ദേഷ്യം നല്ലോണം ഉണ്ട് അമ്മയ്ക്ക്. ഇല്ലെങ്കിൽ ഈ കല്യാണത്തിന് പിന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത്? അങ്ങനെ നിർബന്ധിച്ചില്ലെങ്കിലേ ഏട്ടന്റെ ശ്രദ്ധ ചിലപ്പോ വീണ്ടും നാട് നീളെ തെണ്ടിത്തിരിയുന്ന ഒരുത്തിയിലായി പോവും. അതൊഴിവാക്കാനേ തൽക്കാലം ഇവളെ പോലൊരുത്തി വേണ്ടി വരും. നീ എന്തിനാ ഏതു നേരവും എന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റി തിരിയുന്നത്? ഞാൻ ഹരിതയെ വിവാഹം കഴിച്ചോളെന്ന് പറഞ്ഞിട്ടും നിന്റെ സംശയം ഇതുവരെ മാറിയില്ലേ? ആ, അതുപോലെ ഏട്ടന്റെ ഇപ്പോഴത്തെ പോക്ക്. അതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇതുപോലെ സംശയമൊക്കെ ഉണ്ടാവും. ഓ, ഏതായാലും നീ കെട്ടാൻ പോകുന്ന ആള് കൊള്ളാലോ. ആ, ഇനിയിപ്പോ എന്റെ മെക്കിട്ട് കയറിക്കോ. ഞാനൊരുത്തിനെ കെട്ടാൻ പോകുന്നെങ്കിലേ അവൻ എന്റെ പിന്നാലെയാണ് എന്നെ കെട്ടണമെന്നും പറഞ്ഞ് നടന്നത്. അല്ലാതെ ഞാൻ അവനെ അങ്ങോട്ടധികം വിളിക്കാറൊന്നുമില്ല. അവൻ എന്നെ ഇങ്ങോട്ട് വിളിക്കാറാണ് പതിവ്. അതും രാത്രിയിലൊക്കെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാവൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്തണം. ആ, കല്യാണം ഒന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നിന്റെ അമ്മയുടെ നിലപാടുകൾ മാറുമെന്ന് നോക്കാം. ഒരു നിലപാട് മാറാൻ പോകുന്നില്ല. ഞാൻ എന്താണെന്നേ അവനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കും എന്റെ ജീവിതം. ഹലോ, ഞാൻ ശ്വാസം അടക്കി പിടിച്ചെല്ലാം കേട്ടോണ്ട് നിൽക്കായിരുന്നു. കാര്യങ്ങളൊക്കെ ലാലേട്ടനെ നന്നായിട്ട് അറിയാം. എന്നിട്ട് അവരൊക്കെ ഉള്ളപ്പോ ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ എന്റെ പെണ്ണിന്റെ ശബ്ദം എനിക്ക് കേൾക്കണ്ടേ? എന്തായാലും ആള് കൊള്ളാം. ഹരിത എന്നാണല്ലേ സേവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പൊ രക്ഷപ്പെട്ടത്. ഇനി ഈ സംസാരം കേട്ടിട്ട് പിടിക്കപ്പെടണ്ട കേട്ടോ. അതുകൊണ്ട് നാളെ സംസാരിച്ച പോരെ? ശരി, ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്. ഇനി ഈ പടി കടന്ന് വരണ്ടെന്നല്ലേ പറഞ്ഞത്? വരില്ല ഞാൻ. ഈ വീടുമായിട്ട് ഇനി എനിക്കൊരു ബന്ധവുമില്ല. കെട്ടിടത്തിന് വേണ്ടി മാത്രം ഒരു 1.5 കോടി ചെലവായിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു ക്ലിനിക്കിനും എക്യുപ്മെന്റ്സിനും കൂടെ നല്ല തുക ചെലവായിട്ടുണ്ട്. ഇനി നിന്റെ മിടുക്ക് കൊണ്ട് എല്ലാം തിരിച്ചു പിടിക്കണം. ലോണൊന്നുമില്ല, എല്ലാം റെഡി ക്യാഷിനാ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ബാധ്യതയും നിനക്ക് വരുത്തി വെച്ചിട്ടില്ല. അച്ഛൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? ഡോക്ടറുടെ പേരാണ് അയാളെ കാണാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടുന്നത്. മൗത്ത് പബ്ലിസിറ്റിയാണ് അതിന് വേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് ഇനാഗുറേഷൻ ആയിട്ട് അധികം ആരെയും അറിയിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ മതിയെന്നേ. അത് നയനയുടെ അച്ഛൻ പറഞ്ഞ വളരെ ശരിയാ. ഈ അസൂയക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എന്താ കാര്യം? ഞാൻ എന്തായാലും വേണ്ടത്ര പബ്ലിസിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്റെ മോൻ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെന്ന്. ചിലവേതാണ്ട് 2 കോടി കഴിഞ്ഞു. ഒന്നിനും ഞാൻ മോനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, നിങ്ങളെയും. അറിയാം, അതൊക്കെ കണ്ടറിഞ്ഞ് നിൽക്കണമെന്ന് ഞാനിവനോട് പറഞ്ഞിട്ടുണ്ട്. ഈ കല്യാണത്തിന് ഇവളുടെ അമ്മയ്ക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു. അതിനുശേഷമുണ്ടായ സംഭവങ്ങൾ അറിഞ്ഞതോടെ അവളുടെ രക്തം തിളച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവൾ വരാത്തത്. വന്നു കഴിഞ്ഞാ ചിലപ്പോ വക്കീലിന്റെ മോന്റെ കരണത്തവൾ അടിച്ചെന്ന് വരും. നിന്നെ വിശ്വസിച്ച ഒരു പെൺകുട്ടി കൂടെ താമസിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോ അവൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ അച്ഛനോട്, ഈ ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം പറയാൻ പോയപ്പോ മകന്റെ കരണത്തടിക്കുക അമ്മ ചെയ്തത്. എനിക്ക് തരാനുള്ള അടി ദിലീപേട്ടന് കൊടുത്തെന്ന അമ്മ പറഞ്ഞത്. ദിലീപേ, നിന്നെ പഠിപ്പിച്ചതിനൊക്കെ കണക്ക് പറയുന്ന ഒരു അമ്മയാണ് നിന്റെ അമ്മയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മോൾക്ക് ഞാൻ ബാങ്കിൽ ഇഷ്ടം പോലെ ക്യാഷ് ഇട്ടിട്ടുണ്ട്. മക്കൾക്ക് അച്ഛനമ്മമാര് സമ്പാദ്യം കൊടുക്കുന്നത് ദാനമല്ല, അത് മക്കളുടെ അവകാശമാണ്. കുട്ടികളെ പഠിപ്പിക്കാത്ത അച്ഛനമ്മമാരെ കാണൂ, അവരെ വളർത്താത്തവരുണ്ടാകുമോ? അതേപ്പറ്റിയൊക്കെ പറയുന്നത് വെറും തരംതാണ പരിപാടിയാണ്. സാറേ, എല്ലാത്തിനും കണക്ക് പറയുന്നവളാണ് അവൾ, സ്വന്തം ജീവിതത്തിന് പോലും. അതുകൊണ്ടാണ് ഇത്തിരി വൈകിട്ടാണെങ്കിലും ഞാൻ അവിടെ നിന്ന് മാറിയത്. എല്ലാം എനിക്ക് മനസ്സിലായി. ദിലീപിനോട് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ബന്ധങ്ങൾ പറഞ്ഞുകൊണ്ട് നിന്റെ അമ്മയും പെങ്ങന്മാരും വന്നാൽ അതിന്റെ അധികാരം അവരെടുത്താൽ സാഹചര്യം വഷളാകും. കേൾക്ക്. എനിക്കെല്ലാം അറിയാം. നയന പറയുന്നത് ഞാൻ കേൾക്കൂ. പിന്നെ നയനയും അച്ഛനും പറഞ്ഞിട്ടാ ഞാനൊന്ന് വീട്ടിലേക്ക് പോയത്. അല്ലാതെ എനിക്കിഷ്ടമുണ്ടായിട്ടല്ല. നീ അവരുടെ മകനാണെങ്കിലും നീ ഇപ്പോ ഒരു ഡോക്ടറാണ്. ആ നിന്റെ കാരണത്താണ് അവരടിച്ചത്. അതൊക്കെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അല്ല, നാട മുറിക്കാൻ സമയമായി. ആ, ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. ഐശ്വര്യമായിട്ട് നയനയുടെ അച്ഛൻ തന്നെ നാട മുറിക്കും. ഇവിടെ അതിന് അർഹതയുള്ളത് സാറിന് മാത്രം.
കൃഷ്ണ ഗുരുവായൂരപ്പ, എന്റെ മോനൊരു നല്ല ഡോക്ടറാക്കണമേ. അവന്റെ ക്ലിനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോണമേ. ഗതിയില്ലാത്തവരെയും ആശ്രയിക്കാൻ ആളില്ലാത്തവരെയും അവനെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവണമേ. കൃഷ്ണ കാത്തുകൊള്ളണേ ഭഗവാനെ. അമ്മ രാവിലെ അമ്പലത്തിൽ പോയായിരുന്നോ? ഇന്ന് അമ്മയ്ക്ക് തീരെ വയ്യാത്തോണ്ടാ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാതിരുന്നത്. അല്ലെങ്കിൽ ഇന്നവൻ സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങല്ലേ. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ തള്ളിക്കളഞ്ഞാലും അവൻ അവന്റെ പ്രൊഫഷനിൽ വിജയിക്കണമെന്ന് പ്രാർത്ഥിക്കണമല്ലോ. അമ്മയ്ക്ക് വേറെ പണിയില്ലേ? അത് അയാളുടെ സ്ഥാപനമൊന്നുമല്ല. അവളുടെ അച്ഛൻ അവളുടെ പേരിൽ വാങ്ങിച്ചതാ. ഇനിയിപ്പോ അവളുടെ ഒരു പണിക്കാരൻ മാത്രമായിരിക്കും അമ്മയുടെ മോൻ. എല്ലാത്തിനും മാറ്റം വരും. കുറെ കഴിയുമ്പോ അവൻ അമ്മയെക്കുറിച്ചൊക്കെ ചിന്തിക്കും. ഇപ്പൊ അമ്മ അവിടേക്കൊന്ന് ചെന്ന് നോക്കണം. അവിടെ അവളുടെ അച്ഛൻ മാത്രമായിരിക്കില്ല, എന്റെ അച്ഛനും ഉണ്ടാവും. അവരെല്ലാരും പറയുന്നതേ അമ്മയുടെ എന്റെയും ദീപേച്ചിയുടെയും ഒക്കെ കുറ്റങ്ങളുമായിരിക്കും. അതൊക്കെ കേൾക്കുമ്പോ അച്ഛന് ചിരി വരും. എന്ന് വെച്ചാ ഒരിക്കൽ പോലും മക്കളുടെ കാര്യം അന്വേഷിക്കാത്ത അച്ഛനാ. എന്നിട്ടിപ്പോ മകൻ ഡോക്ടറായപ്പോ, ഒരു സ്ഥാപനം തുടങ്ങിയപ്പോ അവിടെ അമ്മയില്ല, അച്ഛനുണ്ട്. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല മോളെ. അവനെ ഒരു നല്ല ഡോക്ടറാക്കാൻ വേണ്ടിയല്ലേ ഞാൻ പഠിപ്പിച്ചത്. അവൻ അതിൽ തിളങ്ങിയ മതി അമ്മയ്ക്ക്. ഇന്നത്തെ ദിവസം അമ്മ അവിടേക്ക് വിളിക്കാതിരുന്നതില് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടല്ലേ? വിളിക്കാതിരുന്നതല്ലോ, അവര് പുതിയൊരു സ്ഥാപനം തുടങ്ങുന്ന കാര്യം പറയാൻ വന്നപ്പോഴല്ലേ എനിക്ക് അവന്റെ കർണത്ത് തല്ലേണ്ടി വന്നത്. നിന്നെ വിളിക്കോ? അമ്മ എന്നും ഏട്ടന്റെ കാര്യത്തിൽ അമിത പ്രതീക്ഷ വച്ചു പുലർത്തിയതാ അമ്മയ്ക്ക് പറ്റിയ തെറ്റ്. ഇനിയിപ്പോ അങ്ങോട്ട് ശ്രദ്ധയൊന്നും പോണ്ട. അയാൾക്ക് മനസ്സ് മാറി വരുന്നെങ്കിൽ വരട്ടെ. അല്ലാതെ അമ്മ അങ്ങോട്ട് ചെന്നാലേ അവരുടെ ഭാഗത്ത് നിന്ന് അവഗണനയും ഉണ്ടാവൂ. ചിലപ്പോ ആട്ടി ഇറക്കിന്ന് വരും അമ്മയുടെ മരുമോള്. അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ സ്വപ്നം കണ്ടതാ മോളെ. അവൻ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇട്ടില്ലെങ്കിലും ഒരു വലിയ ഹോസ്പിറ്റലിൽ ഫിസിഷ്യനായി ചാർജ് എടുക്കുന്നതും മിടുക്കനായൊരു ഡോക്ടറെന്ന് പേരെടുക്കുന്നതും ഒക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും പഠിക്കാൻ ബ്രില്യൻ്റ് ആയതുകൊണ്ട് അമ്മയുടെ ആഗ്രഹം നടക്കും. നാട്ടിലൊരു ഡോക്ടർ വന്നെന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. അപ്പോഴും ആ മോൻ ചിലപ്പോ എന്റെ അമ്മ ഇതാണെന്ന് പറയാനുള്ള മാന്യത പോലും കാട്ടിന്ന് വരില്ല. ഇനി കൂടുതൽ സംസാരിച്ചാലേ അമ്മയുടെ തളർച്ച കൂടും. ഇപ്പൊ തന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴും അമ്മ പ്രഷർ ചെക്ക് ചെയ്യുന്നില്ല. പ്രഷർ കൂടുന്നതിനേക്കാൾ പ്രശ്നമോ കുറയുന്നത്. മോളുടെ ഡിഗ്രി കഴിഞ്ഞു. ഇനിയിപ്പോ കുറച്ചു ദിവസം കൂടി കഴിയുമ്പോ LLBയും കഴിയും. പിന്നെ എനിക്ക് എന്ത് വന്നാൽ എന്താ? ഏതായാലും ഇപ്പോ ഇനാഗുറേഷനുള്ള സമയമായി കാണും. അപ്പോഴേ എന്റെ മോൾക്കൊപ്പം ഉറച്ചു നിന്ന കൂട്ടത്തിലാ വക്കീല്. എന്ന് മാത്രമല്ല, ദിലീപ് പലപ്പോഴും അമ്മയെ ന്യായീകരിച്ചപ്പോഴും ഇയാളെ പോലും മാറ്റി നിർത്തിയിട്ട് മോളെ സ്നേഹിച്ച കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്കൊപ്പം നിന്ന് നാടമുറിക്കാൻ വക്കീലിനും അർഹതയുണ്ട്.
അതുകൊണ്ട് നമുക്ക് രണ്ടച്ഛന്മാർക്കും ചേർന്ന് ഇത് ഐശ്വര്യമായിട്ട് അങ്ങ് മുറിക്കാം. വേണ്ട സർ. സാറ് കോടികൾ മുടക്കി തുടങ്ങിയ സ്ഥാപനമല്ലേ, അവിടെ പിന്നെ സാറിന്റെ കൈ കൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് നടമുറിക്കാം. അങ്ങനെ അല്ല വക്കീലെ, ഇവരുടെ രണ്ടാളിന്റെയും അച്ഛന്മാരാ നമ്മൾ. അപ്പോ മോൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളും ഇതിൽ പങ്കാളിയാവണം, ഇല്ലെങ്കിൽ എനിക്ക് വിഷമാവും. എന്നാ പിന്നെ ശരി.